പ്രൈസ് ലോർഡ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്കിന്ന് ചിന്തിക്കാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം അതിന് 4-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിന്നോടുകൂടെ പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കുമെന്ന് അരുളിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബിനോട് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ്, ഒരു ദൈവത്തിന്റെ പ്രോമിസ് ആണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്നത് എന്താണ്? ദൈവം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് വരും. ഹല്ലേലൂയ. മിസ്രൈമിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ മുൻപിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യോസഫ് തൻ്റെ മകൻ, പ്രിയ മകൻ മരിച്ചു പോയിന്ന് താൻ ഇത്രയും നാളെ വിശ്വസിച്ചിരുന്ന മകൻ, പക്ഷെ മകൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ ഒരു അപ്പന്റെ സന്തോഷം. അതായത് എന്നാൽ മിസ്രൈമിലേക്ക് പോകുവാൻ യോസഫ് തൻ്റെ സഹോദരന്മാർ പറഞ്ഞ അപ്പനെ കൂടി ഹല്ലേലൂയ അവിടേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും. നമുക്കറിയാം, യോസഫിന്റെ അടുക്കൽ പോയി ധ്യാനത്തിന് പോകുമ്പോൾ അവര് ക്ഷാമത്തിന്റെ സമയത്ത് അവർക്ക് ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ യോസഫിന്റെ അരികിൽ പോവുകയും യോസഫ് സഹോദരനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് അവർക്ക് ധാന്യം കൊടുത്ത് അവർ തിരിച്ചു വരുമ്പോൾ ഒരു വെള്ളിപ്പാത്രം കൂടെ ചാക്കിനകത്ത് വെച്ച ശേഷം അവർ തിരിച്ചു വന്നപ്പോൾ തുറന്നു നോക്കിയ വെള്ളിപ്പാത്രം അവസാനം ഈ സഹോദരന്മാരുടെ എടുത്തതായിരിക്കുമെന്ന് യോസഫിന് അറിയാം എടുത്തിയാൽ. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാ, ഹല്ലേലൂയ, എല്ലാ അതായത് പിന്നെ പിതാവും പിന്നെ സഹോദരമെല്ലാം മിസ്രൈമിൽ വരേണ്ടതിന് ഈ യോസഫ് ചില കാര്യങ്ങൾ ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. അവര് ചാക്ക് തുറന്നപ്പം അവർ ചാക്ക് പാത്രം പിടിക്കുന്നത് കാണും. അപ്പൊ പാത്രം മനസ്സിലാക്കിയപ്പോൾ ഈ സഹോദരന്മാർ തിരിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുന്നു. അപ്പൊ ആ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യാ, അതിലൊരാളെ ഹല്ലേലൂയ പിന്നാണെങ്കിൽ അവിടെ പിടിച്ചു വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, പോയി മറ്റുള്ള ബെന്യാമിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ ബെന്യാമിനെ ബെന്യാമിനോടൊപ്പം പിടിച്ചുകൊണ്ട് വെച്ചു. ബെന്യാമിനെ പിടിച്ചു വെച്ച ശേഷം എന്ത് ചെയ്തു, തന്റെ പിതാവിനെ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ ഈ സഹോദരനെ വിട്ടയക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ യാക്കോബിനോട് വന്ന് സഹോദരന്മാർ പറയുകയാണ്, ബെന്യാമിൻ ഹല്ലേലൂയ മിസ്രൈമിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങ് മടങ്ങി വരണം. തന്റെ മകനായി യോസഫ് മരിച്ചു പോയിട്ടില്ല, അവനെ കാട്ടുമൃഗം കടിച്ചു കീറിയിട്ടില്ല. മകൻ ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നുവെന്ന് പിതാവിന് കേട്ടപ്പോൾ ആ സന്തോഷം ഒരു ഭാഗത്ത്. എന്നാൽ മിസ്രൈം എന്ന് പറയുന്നത് അന്യാരാധന നിറഞ്ഞ, പാപം നിറഞ്ഞ ഒരു ദേശമാണ് ഈ മിസ്രൈം എന്ന് പറയുന്നത്. ആ പാപത്തിലേക്ക് പോകുവാൻ ദൈവദാസനായ യാക്കോബിന് മനസ്സില്ല. അതുകൊണ്ട് യാക്കോബ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ദൈവം ഇസ്രയേലിനോട്, അതായത് യാക്കോബിനോട് രാത്രി ദശങ്ങളിൽ യാക്കോബ് എന്ന് പേര് ചൊല്ലി വിളിച്ച ദൈവം മിസ്രൈമിലേക്ക് പോകാൻ നീ ഭയപ്പെടേണ്ടെന്ന്. കാരണം അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. അല്ലെ, ഞാൻ അവിടെ നിന്നെ വലിയ ജാതിയാക്കും. നോക്കുക, ഒന്ന് പറയുകയാണ്, യാക്കോബേ നീ ഭയപ്പെടേണ്ട, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിന്റെ ദൈവമാണ്. നീ മിസ്രൈമിലേക്ക് പോകുവാൻ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അവിടെ വലിയ ജാതിയാക്കും എന്നുള്ള ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, നീ ഭയപ്പെടേണ്ട, മിസ്രൈമിൽ നിനക്ക് ദോഷം വരികയില്ല. എന്ത് ചെയ്യും, ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നിനക്കൊരു ദോഷം അവിടെ വരികയില്ല. ഹല്ലേലൂയ. ഇവിടെ യാക്കോബിനെ വലിയൊരു വാഗ്ദത്തത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശത്രുദേശത്ത് കൊണ്ടുപോയി മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, യേശുക്രിസ്തു ജനിച്ച ശേഷം യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ കൊന്നു കളയുവാൻ ഹല്ലേലൂയ തീരുമാനമെടുത്ത ഒരു പറ്റം ജനത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ മിസ്രൈം എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ജനത്തെ കൊന്നുമുടിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ വളർന്നു വന്ന ഒരു ജാതിയാണ് മിസ്രൈം അടിമത്തമാണ്. അവിടെ അനാചാരങ്ങൾ, അവിടെ വിഗ്രഹാരാധന ഉയർന്നു പൊങ്ങുന്ന ദേശമാണ്. അവിടെ നല്ലതല്ല എന്ന് യാക്കോബിന് മനസ്സിലായത് കൊണ്ടാണ് അവിടേക്ക് പോകാൻ മടിച്ചപ്പോൾ ദൈവം പറയുകയാണ്, യാക്കോബേ നീ എന്ത് ചെയ്യാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് ഞാൻ മിസ്രൈമിൽ കൊണ്ടുപോയി നിന്നെ എന്ത് ചെയ്യാ, വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചത്. ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ കൊണ്ടുപോകും, അതുപോലെ ഞാൻ നിന്നെ മടക്കി വരുത്തും എന്ന് അരുളിച്ചത്. എന്നിട്ട് പറയുകയാണ്,
നമുക്കറിയാം ഒരിക്കൽ യാക്കോബ് ചോദിക്കുന്നത് എൻ്റെ മകനെ എൻ്റെ വാർദ്ധക്യത്തിലെങ്കിലും എനിക്ക് യോസഫിനെ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇവിടെ അല്ലെങ്കിൽ യാക്കോബിനോട് പറയുകയാണ്, യോസഫ് നിന്റെ യോസഫ് സ്വന്തം കൈ കൊണ്ട് എന്ത് ചെയ്യാ നിന്നെ അടക്കും എന്ന് പറയുകയാണ്. കാരണം ഹല്ലേലൂയ യോസഫിന്റെ മരണം യാക്കോബിന് താങ്ങാൻ കഴിയുന്ന ആ വാർത്ത കേട്ടപ്പോൾ താങ്ങാൻ കഴിയാത്ത നിലവാരത്തിലോ ഉള്ള ഒരു മനോസങ്കടമുണ്ടായിരുന്നു. എന്നാൽ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴുള്ള ആ പിതാവിന്റെ സന്തോഷവും ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. എന്നാൽ മറ്റു ദേശത്തേക്ക് തന്റെ സ്വന്തം ദേശത്തെ വിട്ട് മറ്റു ദേശത്തേക്ക് പോകേണ്ട ഹല്ലേലൂയ ഒരു സാഹചര്യവും വന്നപ്പോൾ താൻ തീരുമാനമെടുക്കുന്നത് ദൈവത്തോട് ചോദിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, മിസ്രൈമിലേക്ക് പോകുന്നൊരു യാക്കോബിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. യാക്കോബ് പല തലമുറകളെയും തനിക്കുള്ള ആടുമാടുകളെയും ഭാര്യമാരെയും ഒക്കെ കൂട്ടിയും മിസ്രൈമിലേക്ക് കടന്നുപോയി. ദൈവം തന്നോട് കൂടെ ഇരുന്നു. സ്വന്തം ദേശമല്ലാത്ത പരദേശമായ മിസ്രൈമിൽ ഹല്ലേലൂയ ജനം വർദ്ധിക്കുവാനിടയായി. മകൻ ഭരണാധികാരിയായി മകനെ കണ്ട് എനിക്ക് ഒരിക്കലും തന്റെ മകനെ കാണുകയില്ലെന്ന് വിചാരിച്ച യാക്കോബിന് തന്റെ മകനെ കാണുവാനും ആ മകനോടൊപ്പം ഹല്ലേലൂയ സന്തോഷം പങ്കിടുവാനും തന്റെ മരണശേഷം വരെ ഹല്ലേലൂയ മകനോടൊപ്പം ജീവിപ്പാനും ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഈ ദൈവവചനത്തിൽ നിന്ന് നാം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇന്ന് കഷ്ടതയിലായിരിക്കാം. കഠിനമായ ശോധനയിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദേശത്തല്ലായിരിക്കാം നിങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷെ ആ ദേശത്ത് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ മടക്കി വരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. കഷ്ടങ്ങളില് ദൈവമേറ്റ തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ വാക്ക് കേട്ട് ഒരു പക്ഷേ നാം സ്വന്തം ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക്, അതായത് നമ്മുടെ ഹല്ലേലൂയ കഷ്ടതയിലേക്ക് നാം കടന്നു പോയവരായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കാം, ഹല്ലേലൂയ ഇനി എനിക്ക് എന്തെയ്യാ ജീവിതത്തിൽ പ്രത്യാശ. യാക്കോബ് സ്വന്തം മകനെ ഒരിക്കലും കാണുമെന്ന് താൻ വിചാരിച്ചല്ല. പക്ഷെ എന്നാൽ യോസഫ് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സന്തോഷം വരത്തില്ല. സമാധാനം നഷ്ടപ്പെട്ട മടക്കി ലഭിക്കത്തില്ലെന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ വ്യാകുലപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിനോട് സംസാരിക്കാനും നഷ്ടങ്ങളെ മടക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നിങ്ങൾക്ക് പ്രിയമായതിനെ നിങ്ങളുടെ പ്രിയമുള്ളതിനെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവം അത് മടക്കി നൽകും. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ. യാക്കോബിന് ദൈവം കൊടുക്കുന്ന പ്രോമിസ് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ആരില്ലെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. എന്നിട്ട് പറയും, നിങ്ങൾ ഇപ്പൊ എവിടെ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചു മടക്കി സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നിങ്ങളുടെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. യാക്കോബ് ഓരോ കാലത്തും തൻ്റെ പുത്രൻ ജീവിച്ചിരിക്കുന്നു അറിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നാൽ ഇവിടെ സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ഹല്ലേലൂയ, തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ തന്റെ പ്രിയ മകൻ ജീവിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ആ സന്തോഷം, ഹല്ലേലൂയ, ഒരു പിതാവിന്റെ സന്തോഷം. ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കി നമുക്കൊരു പക്ഷെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. തന്റെ പ്രിയ മകൻ, ഹല്ലേലൂയ, തന്റെ പ്രിയപ്പെട്ടവളായ റാഹേലിന്റെ മകൻ അവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവം അവനെ മടക്കി നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ശത്രു നിങ്ങളെ ഒരു പക്ഷേ നശിപ്പിച്ച് കളയുവാനായിരിക്കാം കഷ്ടതയിലൂടെ കയറ്റിവിടുന്നത്. പക്ഷെ എന്നാൽ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വലിയൊരു ശക്തമായൊരു ശുശ്രൂഷകയായി, അല്ലെങ്കിൽ ശക്തമായൊരു ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ശക്തിയായ സഹോദരനായി അല്ലെങ്കിൽ സഹോദരിയായി ദൈവം നിങ്ങളെ മാറ്റും. അത്ഭുതമായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവകരത്തിൽ താഴ്ന്നിരിക്കുക. യാക്കോബ് തന്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ വരുമ്പോഴും ദൈവത്തോട് ചോദിച്ചു, ഇന്നത് ചെയ്യട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു ഇന്നത് ചെയ്തു, ഹല്ലേലൂയ, എന്നിട്ട് നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോയെങ്കിൽ, ദൈവഹിതപ്രകാരമായിട്ടുള്ള കഷ്ടതയിലൂടെ കടന്നു പോയതെങ്കിൽ അവിടുന്ന് മടക്കി വരുന്നുണ്ട്. നമുക്കറിയാം,
യാക്കോബ് മിസ്രൈമിലേക്ക് പോയി. തന്റെ ഹല്ലേലൂയ ആമേ പുത്രനും പുത്രിമാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, സന്തോഷത്തോടെ ജീവിച്ചു. ആമേ ഹല്ലേലൂയ. അതിനുശേഷം യാക്കോബ് മരിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം യാക്കോബിനെ സ്വന്തം മകനാൽ അടക്കി. അതിനുശേഷം യോസഫ് മരിച്ചു. ഹല്ലേലൂയ. പിന്നെ ദിനത്തിന്റെ കഷ്ടതയായിരുന്നെങ്കിലും ദൈവിക വാഗ്ദത്തം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു കഷ്ടതയ്ക്കും തകർത്ത് കളയാൻ കഴിയില്ല. ഒരു ശത്രുവിന്റെ പിശാചിന്റെ ഒരു പ്രവൃത്തികൾക്ക് നിങ്ങളെ തകർത്ത് കളയാൻ കഴിയില്ല. വാഗ്ദത്തം നിങ്ങളിലുണ്ടോ? സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടോ? ഹല്ലേലൂയ. ഒരു ശത്രുവിനെ നിങ്ങളെ തകർത്ത് കളയുവാൻ, ഒരു ദുഷ്ടൻ നിങ്ങളെ ഒടുക്കി കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. വാഗ്ദത്തമുള്ളവനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തം, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം മരിച്ച വാഗ്ദത്തമല്ല, ജീവിപ്പിക്കുന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് ദൈവമക്കൾ അതിൽ ആശ്രയിക്കുക, കാത്തിരിക്കുക. അത്ഭുതങ്ങളെ ദൈവം നിങ്ങളുടെ ചെയ്യും. സമാധാനത്തോടെ ആയിരിക്കുക, സ്വസ്ഥതയോടെ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും, നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ആമേൻ. സ്തോത്രം.